കാഞ്ചീപുരം ക്ഷേത്രങ്ങൾ കാണാൻ വരുമ്പോൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റൂട്ടിലുള്ള വെള്ളച്ചാട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കാഞ്ചീപുരം ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ മനോഹര വെള്ളച്ചാട്ടം എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും എത്തിച്ചേരേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. കൂടാതെ ഹൈപ്പ് അമർത്താനും മറക്കല്ലേ ആ പേജിൽ കാണുന്ന. ഒപ്പം ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യണേ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എന്താ പറയുക, ചെന്നൈ ഹൈവേയിലോട്ട് പോകുന്ന വഴിയാണ്. എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റൂട്ടിലാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പം ഞാൻ ചെന്നൈയിലോട്ട് പോകുന്ന ഹൈവേയിൽ അതിൻ്റെ ഇടയ്ക്കാണ് കാഞ്ചീപുരം വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് പോയത്. ഉള്ളിലോട്ട് ഇത്തിരി ഹൈവേയിൽ നിന്ന് ഇത്തിരി ദൂരം മാത്രം ചെറിയൊരു ഷോർട്ട് വഴി നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നല്ല മനോഹരമായ ഒരു വില്ലേജ് റൂട്ടിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ് റൂട്ടാണ്. ഇനി വേറെ റൂട്ട് വഴി നിങ്ങൾ വേറെ ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ തന്നെയും നിങ്ങൾ കാഞ്ചീപുരത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ കാഞ്ചീപുരം ക്ഷേത്രം കാണാൻ വരികയാണ്, അല്ലെങ്കിൽ ചെന്നൈ കാഞ്ചീപുരം റോഡ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. കാഞ്ചീപുരം സിറ്റി, അതായത് കാഞ്ചീപുരം പ്രധാന ക്ഷേത്രങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ. നല്ല അടിപൊളി ഹൈവേ ആണ്. ചെറിയൊരു ഷോർട്ട് മാത്രമാണ് ഉള്ളിൽ കൂടെ, ചെറിയൊരു കുഞ്ഞു വഴി കൂടെ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ നല്ല മനോഹരമായ വില്ലേജാണ്. കാഞ്ചീപുരം പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് 1 hour 30 kilometer ആണുള്ളത്. ഇനി ചെന്നൈ വെല്ലൂർ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ 1 hour ആണുള്ളത്. 1 hour 18 minutes ആണുള്ളത്. അതായത് 61 kilometer. പക്ഷെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇപ്പം തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിലെ ശില്പികളായ ചോള രാജവംശത്തിനെയും പല്ലവ രാജവംശത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മ 6ാമത്തെ സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ച തടാകമാണ് ഈ കാണുന്ന മഹേന്ദ്രവാടി ലേക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ മഹേന്ദ്രവാടി വെള്ളച്ചാട്ടം എന്നും പറയാം. ഇവിടെ എപ്പോൾ വന്നാലും ഈ നാട്ടുകാരുടെ സാന്നിധ്യം കാണാം. അവർ നിന്ന് നീന്തുന്നതും കുളിക്കുന്നതും ഒക്കെ കാണാം. അപ്പോൾ തമിഴ്നാട്ടിലെ റാണിപ്പെട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥലമാണ്. ഒരു പാരമ്പര്യത്തിൻ്റെ തന്നെ മനോഹര സൃഷ്ടി എന്ന് പറയാം. വെള്ളച്ചാട്ടത്തോട് ചേർന്ന് തന്നെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കൊരു ക്ഷേത്രം കാണാം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകുന്നൊരു വഴി കാണാം. പക്ഷെ അത് ഇത്തിരി സ്ലിപ്പറിയാണ്. അത് പറ്റാത്തവരാണെങ്കിൽ അപ്പുറത്ത് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിലോട്ട്, ഈ കാണുന്ന സൈഡിലോട്ട് എത്തിച്ചേരാം. അപ്പം അങ്ങനെ 2 വഴികളുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പോവാം. ഞാൻ അമ്പലത്തിൻ്റെ ആ സൈഡിൽ കൂടെ വന്നിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഈ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് വെള്ളച്ചാട്ടത്തിലേക്ക് കയറിയത്. കാരണം നേരെ വരാണതേ ഈ നേരെ കാണുന്ന ഭാഗത്തെ കൂടെ വേണം മുകളിലോട്ട് കയറാൻ. അപ്പം അതെനിക്ക് ഇത്തിരി പേടിയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കയറിയത്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലോട്ട് നേരെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കാഞ്ചീപുരം എത്തേണ്ടതുണ്ടായിരുന്നു. ഡ്രസ്സ് നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ടും വെള്ളച്ചാട്ടത്തിൽ എനിക്ക് നീരാടാൻ പറ്റിയില്ല സത്യത്തിൽ. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. സാരമില്ല, അടുത്ത വട്ടം ഈ റൂട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കയറും. കാരണം നല്ല അടിപൊളി വെള്ളച്ചാട്ടം, ഒരു വെറൈറ്റി. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഭാഗത്ത് ഫുൾ ഇങ്ങനെ വെള്ളം കുളുകുളാ ഒഴുകുന്നു, അപ്പുറത്ത് പുഴ, നീന്താനുള്ള പുഴ. പക്ഷെ അധികം നീന്തി പോകരുത്, സൂക്ഷിക്കണം. വേനൽക്കാലത്ത് പോലും ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടാകുന്നതാണ് ലോക്കൽസ് പറയുന്നത്. ഹിസ്റ്റോറിയൽ റിസർവോയർ അഥവാ ചരിത്രപരമായ സംഭരണി തന്നെയാണിത്. ഇപ്പോൾ പച്ചപ്പ് മൂടി നിൽക്കുന്ന ഇവിടുത്തെ കൃഷിയുടെ സ്രോതസ്സും കൂടിയാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഈ അറ്റത്ത് കാണുന്നില്ലേ, ഈ ഭാഗത്തെ കൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത് കേട്ടോ. അപ്പം അതിൽ കൂടെ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് വലിയ മെനക്കെടാണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റാത്തവർ അതിൽ കൂടെ വരാം. ശരിക്കും ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ഗ്രാമഭംഗി കാണണമെങ്കിൽ തമിഴ്നാട്ടിലെ ഇത്തരം ഗ്രാമങ്ങളിൽ വരണം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ ചില ലിമിറ്റഡ് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നതാണ് ഈ ഗ്രാമഭംഗി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ സൈഡ് തന്നെ ഞാൻ ഇറങ്ങി വന്ന അമ്പലത്തിൻ്റെ ആ സൈഡ് തന്നെ നിങ്ങൾക്ക് ഒരു കൊട്ടവഞ്ചി ബോട്ട് സൗകര്യങ്ങളൊക്കെ കാണാം. പക്ഷെ അത് നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, അത് സീസണലാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി അതോറിറ്റി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു സൈഡ്. സേഫ്റ്റി അതോറിറ്റി ഒന്നുമില്ല. വെള്ളച്ചാട്ടത്തിന് സ്റ്റാർട്ടിങ് നീന്തുന്നിടത്തൊക്കെ സേഫ് തന്നെയാണ്. ഈ സ്ഥലങ്ങളൊക്കെ സേഫ് തന്നെയാണ്. പക്ഷെ നല്ല വെള്ളമുള്ള സമയത്ത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പുഴയുടെ ഈ കാണുന്ന പുഴയുടെ അപ്പുറത്തോട്ട് നിങ്ങൾ നീന്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു സേഫ്റ്റി അതോറിറ്റി ഇല്ല. അപ്പോൾ അധികം നീന്തി പോകരുത്. പിന്നെ ലോക്കൽസൊക്കെ ഇവിടെ പരിചയമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിക്കണം.
പിന്നെ വെള്ളച്ചാട്ടം തുടങ്ങുന്ന വഴി തന്നെ നടക്കുന്ന വഴിയൊക്കെ സ്ലിപ്പറി ആയതുകൊണ്ട് മറ്റേ സൈഡ് വരിക. പിന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിയർ ബൈ ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഒന്നും കുറച്ച് കിലോമീറ്ററോളം ഈ സ്ഥലത്തിൻ്റെ ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതി വേണം വരാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. വേറെ അതോറിറ്റി ഒന്നുമില്ല. പിന്നെ ലോക്കൽ പീപ്പിൾസ് നല്ല സാധാരണക്കാരാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഇവിടെ ലോക്കൽസ് ഉണ്ട്. അതുകൊണ്ട് സേഫ്റ്റിയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട്, പിന്നെ ലേഡീസ് ആണെങ്കിലും സേഫ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വാഹനങ്ങൾ പറയുന്നത്, ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് പാർക്ക് ചെയ്താൽ മതി. പിന്നെ അമ്പലം ടൈം അങ്ങനെ അമ്പലത്തിലും കൂടി തൊഴാം. അതിൻ്റെ അമ്പലത്തെ പറ്റിയുള്ള പ്രത്യേകതകളൊന്നും അറിയില്ല, കാരണം ഞങ്ങളൊരു ഉച്ച സമയത്താണ് എത്തിയത്. അതുകൊണ്ട് അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഗൂഗിളിലെ ലൊക്കേഷൻ വരുന്നത് മഹേന്ദ്രവാടി ലേക്ക്, റാണിപുരം ഡിസ്ട്രിക്റ്റ്, അരക്കോണം, കാഞ്ചീപുരമാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കറക്റ്റ് തന്നെ ഗൂഗിൾ മാപ്പ് പറ്റിക്കാണ്ട് നിങ്ങളിവിടെ എത്തിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അമ്പലമാണ് കാണാം. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി നിർത്തി നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ, അല്ലെങ്കിൽ അവിടെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഈ വെള്ളം തുടങ്ങുന്ന ഈ വഴി കാണാം. ഈ വഴി വരെ നേരെ വന്ന് കയറാൻ പറ്റും. അതല്ലെങ്കിൽ ഇത്തിരി കൂടി അമ്പലത്തിൻ്റെ സൈഡൊക്കെ കഴിഞ്ഞ് ഇത്തിരി കൂടി കയറുമ്പോൾ വേറൊരു വഴിയും കൂടി കാണാം. പക്ഷേ ഏറ്റവും ബെറ്റർ ആ സ്റ്റാർട്ടിങ് തന്നെ കാണുന്ന അമ്പലത്തിൻ്റെ ആ സൈഡിൽ കൂടെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലത്തിന്റെ. ഈ അമ്പലത്തിന് ഈ കാണുന്ന സൈഡില്ലേ, അതിൽ കൂടെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തേക്ക് എത്താം. അതല്ലെങ്കിൽ അമ്പലം കഴിഞ്ഞിട്ടും വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട് നടക്കാനുള്ളത്. ചെറിയൊരു ഭാഗമാണ്. ചിലപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ടാവും. അതിൽ കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ ഈ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്താൻ പറ്റും. ഈ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെ ചെറിയൊരു പോർഷൻ ഉണ്ട് പാർക്ക് ചെയ്യുന്നത്. ഈ വീക്കെൻഡ് ഡേ ഫെസ്റ്റിവൽ അല്ല, സോറി, സീസണൽ ടൈമിലൊക്കെ തിരക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പോയത് വീക്ക് ഡേയിലാണ്. അങ്ങനെ സീസണൽ ടൈമിലൊന്നും അല്ലെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഗേറ്റിന്റെ സൈഡ് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിന്റെ അപ്ഡേറ്റിനായിട്ട് ചാനലിലെ ബെല്ലൈക്കൺ അമർത്തുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.